The four soils of the heart. St. Luke chapter 8 verse 15. But the ones that fell on the good ground are those who, having heard the word, with a noble and good heart, keep it and bear fruit with patience. Christ tells us a parable in Luke 8:4-15 about a sower who scatters seed, the word of God. വിതക്കാരൻ്റെ ഉപമയിൽ വിതയ്ക്കുന്നവൻ വിത്ത് വിതച്ചു, അത് ദൈവവചനമാണ്. The same seed falls on four kinds of ground, representing four conditions of the human heart. വിത്തുകൾ വീണ 4 നിലം മനുഷ്യ ഹൃദയത്തിൻ്റെ 4 അവസ്ഥയെ സൂചിപ്പിക്കുന്നു. The path is the hardened heart. വഴിയറമ്പിൽ വീണത് കഠിനമായ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. The rocky soil is the shallow heart. പാറപ്പുറത്ത് വീണത് ആഴമില്ലാത്ത ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. The thorny soil is the distracted heart. മുള്ളിൻ്റെ ഇടയ്ക്ക് വീണ വിത്തുകൾ, അത് അശ്രദ്ധ പൂണ്ട ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. And the good soil is the receptive heart. നല്ല നിലം ദൈവവചനം സ്വീകരിക്കുന്ന ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. The good news is that the generous sower never stops sowing. വിതക്കാരൻ എല്ലായിടത്തും വിത്ത് പാകുന്നു. He scatters his word on every heart, hard, shallow, distracted or receptive, because his mercy is relentless. വിതയ്ക്കുന്നവൻ വചനം എല്ലാ ഹൃദയത്തിന്മേലും വിതയ്ക്കുന്നു. കഠിനമായ ഹൃദയത്തിന്മേലും ആഴമില്ലാത്ത ഹൃദയത്തിന്മേലും അശ്രദ്ധ പൂണ്ട ഹൃദയത്തിന്മേലും സ്വീകരിക്കുന്ന ഹൃദയത്തിലും വിത്തുകാരൻ വിത്ത് പാകുന്നു. കാരണം വിതയ്ക്കുന്നവൻ മഹാകാരുണ്യവാനാണ്. The good news for us is that no heart is permanently hardened, rocky or thorny. ഒരു ഹൃദയവും നിരന്തരമായി കാഠിന്യ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നില്ല. With repentance, prayer and obedience, God can plow, soften and clear our hearts until we too become good soil. അനുതാപത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, അനുസരണത്തിലൂടെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ നാം പാടുന്നത്, ഞങ്ങളെ നിലമാക്കണമേ നാഥ എന്ന്. No soil stays the same when the sower is at work. Invite God to break the hardness of pride and routine. Identify and remove spiritual weeds, worry, greed and distractions. നമുക്ക് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി നമ്മുടെ ആത്മീയമായ കളകളെ തിരിച്ചറിഞ്ഞ് അഹന്തയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ദുർമോഹത്തിൽ നിന്നുമൊക്കെയും ഒഴിഞ്ഞു മാറാം. Paths can be broken, stones can be removed, and thorns can be cleared until our heart becomes a garden for God's word. ദൈവത്തിൻ്റെ വചനത്തിനായി ഒരുക്കമുള്ള ഹൃദയമായി നമുക്ക് മാറാം. Let us pray. O Lord Jesus Christ,
sow in me the seed of your word. Water it with the grace of the Holy Spirit, and let it bear fruit in love, mercy, and holiness for the glory of your name. Amen. കർത്താവേ, അങ്ങയുടെ വചനമാകുന്ന വിത്ത് എന്നിൽ പാകണമേ. പരിശുദ്ധാത്മ കൃപയിൽ അതിനെ നനയ്ക്കണമേ. തിരുനാമ മഹത്വത്തിനായി എൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിശുദ്ധിയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.